ഹായ് എമ്പുരാൻ ഇതുവരെ കണ്ടിട്ടില്ല വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല ദ ബെസ്റ്റ് മൂവി എവർ എന്ന് തന്നെ വേണം. എത്ര ഹൈപ്പ് കൊടുത്താലും ഒരിക്കലും ഡൗൺ ആവാത്ത രീതിയിലാണ് ഈ സിനിമയുടെ മേക്കിംഗ് പൃഥ്വിരാജ് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഓരോ സീൻ കഴിയുന്നതിനനുസരിച്ചും നമ്മൾ എല്ലാവരും മനസ്സിൽ ഒരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിന് സാധിച്ചത്. പിന്നീട് ഈ സിനിമയുടെ സ്റ്റോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു മാസീവ് ആയിട്ടുള്ള പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. കാരണം ഒരു ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണുള്ളത്. സ്റ്റേറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക് ആണ്. പക്ഷെ ഈ സിനിമ ഇത്ര പൈസ മുടക്കിയിട്ടുണ്ടാവുമല്ലോ എന്നില്ല ആ ഒരു വിഷമടക്കം നമുക്ക് ആ സിനിമ കാണുമ്പോൾ വരും. വ്യക്തിക്ക് അറിയാം, പൃഥ്വിരാജ് പറയുന്ന ഒരാള് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സ്റ്റാമ്പ് അടിച്ചു വെച്ചിട്ട് എപ്പോഴും ലാലേട്ടൻ മുണ്ട് മടക്കുന്നത് കണ്ടാലേ എല്ലാവർക്കും മുണ്ട് കൊടുത്തിട്ട് മുണ്ട് മടക്കി എന്താ മുനി എന്ന് ചോദിച്ചാൽ മാത്രമേ സ്ക്രിപ്റ്റിന് എന്തോ ഒരു അബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് ഇലുമിനാറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഒരു ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ പോകാൻ പാടില്ല. അതിൽ ചില അഭിപ്രായങ്ങൾ പറയുന്നത് ഓക്കെ, ഫേമസ് ആയിട്ടുള്ള കുറെ റിവ്യൂസ് ഇറ്റ് ഈസ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ